ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ചാഴ്ചയല്ലേ. ഞങ്ങളെല്ലാവരും സിക്കായിരുന്നു കുറച്ചാഴ്ചയായിട്ട്. ഇപ്പോഴും ബെറ്ററായി വരുന്നു, ഓൾമോസ്റ്റ് ഓക്കെ ആയി. എൻ്റെ സൗണ്ടൊന്നും അത്ര സെറ്റായിട്ടില്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ഇടയ്ക്ക് സ്ലീപ്പ് ഓവറിന് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ ഒരു കാഴ്ചയാണിത് കേട്ടോ, രാവിലത്തെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു. നമ്മൾ താമസിക്കുന്ന ഖെൻറ്റ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഒരു കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു ഒരു കുക്കിംഗ് വ്ളോഗ് ഇടണമെന്ന്. എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ മെനു എന്ന് പറയുന്നത് കപ്പക്കറി ആൻഡ് മീൻ കറി. വെറും കപ്പക്കറിയല്ല, പാൽ കപ്പയാണ്. അപ്പോൾ അച്ചാച്ചൻ്റെ അമ്മ പറഞ്ഞു പാൽക്കപ്പ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണ്. അത് ഭയങ്കര അടിപൊളി സക്സസ് ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുത്ത് ഒരു റെസിപ്പിയാക്കി ഞാൻ ഉണ്ടാക്കി. അപ്പം അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പം വേറൊന്നുമില്ല, ഭയങ്കര ഈസിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കപ്പയാണെങ്കിൽ നമ്മൾ ഇതുണ്ട് വാക്സ് ഒക്കെ കോട്ട് ചെയ്താണ് കിട്ടുന്നത്. നമ്മൾ ഇന്ത്യൻ സ്റ്റോർ, നമ്മൾ ആൻറ്റ്വർപ്പ് ലുവൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ് പൊതുവേ പോയി വാങ്ങിക്കുന്നത്. ഗെൻറ്റിലുണ്ട്, പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവാണ്. അപ്പം അങ്ങനെ കപ്പയൊക്കെ കട്ട് ചെയ്ത് മുറുക്കി ചെറുതാക്കി നമ്മുടെ കപ്പക്കറിയുടെ ഒക്കെ രീതിയിൽ തന്നെ ആ സെയിം ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് കഴുകുക, പ്രഷർ കുക്കറിൽ ഇടുക, എന്നിട്ട് ഒരു 2 വിസിൽ. അത് കഴിയുമ്പോൾ അത് സെറ്റാവും. പിന്നെ നമ്മൾ മിക്സിക്കകത്ത് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പെപ്പർ, കുറച്ച് തേങ്ങ ഇട്ട് മിക്സിക്കകത്തിട്ടൊന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് അതല്ലാതെ ചുമന്നുള്ളി, വേറെ വറ്റൽമുളക്, കറിവേപ്പില എണ്ണയ്ക്കകത്ത് കടുകിട്ട് പൊട്ടിച്ച് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് മിക്സിക്കകത്തിട്ട് ഒതുക്കിയെടുത്ത തേങ്ങ മിക്സും കൂടി ഇട്ട് ഒന്ന് പച്ചമണം മാറുന്ന അത്രയും വരെ നമ്മൾ ഇളക്കിയെടുക്കുക. എന്നിട്ട് ഉപ്പിടുക. എന്നിട്ട് ഈ വേവിച്ച് വെച്ച കപ്പ അതിനകത്ത് ഇടുക. മിക്സ് കടുവറ മിക്സ്. അപ്പോൾ ഇതങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി ഒരു കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കുക്കായി എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇവിടെ തേങ്ങാപ്പാൽ വീട്ടിലുണ്ടാക്കാം, അല്ലാതെ നമ്മൾ പൊതുവെ വാങ്ങിക്കുക ചെയ്യുന്നത്. ഇപ്പോൾ ക്ലൈമറ്റൊക്കെ തണുത്തുകൊണ്ട് ഇപ്പം ഇതുണ്ട് ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ഉടച്ച് ലിക്വിഡ് പരുവത്തിലാക്കി എടുത്തിട്ട് നമ്മൾ നമ്മുടെ കപ്പയിലേക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പാൽ കപ്പ തയ്യാർ. അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പം നല്ല ആൽഫ്രെഡോ സ്റ്റൈൽ, നല്ല ക്രീമി പാസ്ത പോലെ തന്നെ, നല്ല അതുപോലെ തന്നെയൊക്കെ ഇരിക്കും. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഈ കപ്പക്കറിക്ക്. അപ്പം അതും ഈ ഡൊറാഡെ മീൻ വെച്ചിട്ടുള്ള മീൻ കറിയും കൂടെ കൂട്ടി ഭേഷായി നമ്മൾ കഴിച്ചു. അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.